അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 29 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം പെരുന്നാളിലേക്കാണ് പ്രിയപ്പെട്ടവരെ നാം കടക്കാനിരിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കുറേ അധികം കാര്യങ്ങൾ വളരെ ചുരുക്കി പറയാനാണ് ഈ സമയത്ത് ആഗ്രഹിക്കുന്നത്. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രീതി, ഈദ്ഗാഹുകളിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ്, പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് കുളിക്കുക എന്നൊരു രീതി പ്രവാചകനുണ്ടായിരുന്നു. ആ രീതി നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. സാധാരണ കുളിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഒരു നെയ്യത്തോടു കൂടി കുളിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ അരികിൽ നമുക്കേറെ പ്രതിഫലം ലഭിക്കുന്നു. മറ്റൊന്ന് എന്തായിരുന്നു? നല്ല വസ്ത്രം ധരിക്കുക. പുതുവസ്ത്രങ്ങൾ മേടിക്കാൻ ഏറെ താല്പര്യപ്പെടുന്നവരാണ് മനുഷ്യർ. എന്നാൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രമാണ് പെരുന്നാളിൻ്റെ ദിനങ്ങളിൽ നാം ധരിക്കേണ്ടത്. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കടക്കം ജുമുഅ ദിനത്തിലും മറ്റു ആഘോഷ ദിവസങ്ങളിലൊക്കെ ധരിക്കാൻ പ്രത്യേകം വസ്ത്രമുണ്ടായിരുന്നുവെന്ന് ദീനീ അധ്യാപനങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ സുഗന്ധം പൂശുക. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ സുഗന്ധം പൂശുക എന്നുള്ളത് പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ ദിനങ്ങളിൽ അത് ഏറെ പ്രതിഫലാർഹമായ സുന്നത്താക്കപ്പെട്ട കാര്യം തന്നെയാണ്. എന്നാൽ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, പുരുഷന്മാരാണ് പുറത്തിറങ്ങുമ്പോൾ സുഗന്ധം പൂശേണ്ടത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, അവർ സുഗന്ധം പൂശി മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ആസ്വാദനം ലഭിക്കുന്ന രൂപത്തിലുള്ള വസ്തുക്കൾ ശരീരത്തിൽ പുരട്ടിയിട്ടൊക്കെ പുറത്തിറങ്ങുക എന്നുള്ളത് വളരെ ഗൗരവമേറിയ കാര്യമായിട്ട് തന്നെ നാം കാണേണ്ടതുണ്ട്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി എന്നുള്ളത് ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാളിലേക്ക് ഈദ്ഗാഹുകളിലേക്ക് പോകുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ തമ്പ്രാത്തുകൾ, ഈത്തപ്പഴങ്ങൾ കഴിച്ചിരുന്നു. വിത്തറാക്കി ഒറ്റയായി കഴിക്കുക എന്നുള്ളത് സുന്നത്താക്കപ്പെട്ട കാര്യമാണല്ലോ. പ്രിയപ്പെട്ടവരെ, തക്ബീറുകൾ ചൊല്ലുകയാണ് ചെയ്യേണ്ടത്. ശവ്വാലിൻ്റെ മാസപ്പിറവി കണ്ടാൽ മുതൽ പെരുന്നാൾ നമസ്കാരം കഴിയുന്നതുവരെ നമുക്ക് തക്ബീറുകൾ ചൊല്ലാം. സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. ഇവിടെ പുരുഷന്മാർ അവരങ്ങാടികളിലും വീടുകളിലും ഈദ്ഗാഹുകളിലെ ഈദ്ഗാഹുകളിലുമൊക്കെ അവർ ഉറക്കെ തക്ബീറുകൾ ചൊല്ലണം. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ പതിഞ്ഞ ശബ്ദത്തിലാണ് തക്ബീറുകൾ ചൊല്ലേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈദ്ഗാഹുകളിലേക്ക് നേരത്തെ പോകണം. ആ ഒരു ദിവസം മറ്റു പല തിരക്കുകളിലും ഭക്ഷണം ഉണ്ടാക്കുന്നതിലും മറ്റുമൊക്കെ തിരക്കിൽപ്പെട്ടുകൊണ്ട് ആ ഒരു സുന്നത്തായ കാര്യം, മുസ്ലിമീങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ആ ഒരു പുണ്യമേറിയ കാര്യം നമുക്ക് നഷ്ടമാകാതിരിക്കാൻ നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈദ്ഗാഹുകളിലേക്ക് നടന്നു പോവുക വലിയൊരു സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഒരു വഴിയിലൂടെ പോയി മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോരുക എന്നുള്ളതും പ്രിയപ്പെട്ടവരെ സുന്നത്തായ കാര്യം തന്നെയാണ്. ഈദ്ഗാഹുകളിലേക്ക് പോയി ആ പെരുന്നാളിൻ്റെ 2 റക്അത്ത് നമസ്കരിക്കുക, ആ ഖുതുബ നാം വീക്ഷിക്കുക, കേൾക്കുക, പഠിക്കുക എന്നുള്ളതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ്. ഇവയൊക്കെ ഈ ഒരു ആഘോഷ ദിനത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. رمضان رمضان يا حبيبي